നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് ഒരു പരിധി വരെ അറുതി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഗാസയിൽ ഇസ്രായേൽ സൈന്യം സമ്പൂർണ്ണ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാരെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും യുദ്ധത്തിന്റെ തീവ്രതയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ എതിർചേരിയിലുള്ളത് ഹമാസ് അല്ല, മറിച്ച് ഇറാൻ ആണ് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന സൈനിക ജനറൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായ കോട്സ് ഫോഴ്സിന്റെ ഏറ്റവും അധികം പ്രവൃത്തി പരിചയമുള്ള നേതാവായ അല്ലെങ്കിൽ ഉപദേശകരിൽ ഒരാളായ റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റാസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഇസ്രായേൽ ഈ കുറ്റത്തിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി കൂടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. 3 മിസൈലുകളാണ് മൗസവിയെ ലക്ഷ്യം വെച്ച് എത്തിയത് എന്നാണ് ഇറാന്റെ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ആക്രമണം അരങ്ങേറിയ സ്ഥലത്ത് നിന്ന് പുക പടലങ്ങൾ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവർ പങ്കുവച്ചിട്ടുമുണ്ട്. പ്രദേശത്ത് നിന്നും വലിയ സ്ഫോടന ശബ്ദവും അതിനോടൊപ്പം തന്നെ കനത്ത പുക ഉയർന്നെന്നുമൊക്കെ പ്രദേശവാസികൾ പറയുന്നു. സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. ഒരിക്കലും ഇറാന്റെ ഒരു സേനയെ അവിടെ വളരാൻ അനുവദിക്കില്ല എന്ന് തന്നെ. എന്തായാലും 2020 ജനുവരിയിൽ യുഎസിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന റാസി മൗസവി. അടുത്ത ആഴ്ച ഖാസിമിന്റെ 4ാം ചരമവാർഷികം ആചരിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഈ മൗസവിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത കൂടുതൽ ആഴത്തിലുള്ളതാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഹമാസിന് പകരം ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തേക്ക് ഇറാൻ എത്തുമോ എന്നതാണ്. അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പോരിലേക്ക് കടന്നാൽ തീർച്ചയായും അത് പശ്ചിമേഷ്യയെ മാത്രമല്ല, മറിച്ച് ലോകത്തെ ഒന്നടങ്കം വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അണിയറയിൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ പോരിനുള്ള കോപ്പ് കൂട്ടുകയാണോ എന്നുള്ള വലിയ ആശങ്ക തന്നെയാണ് ലോക മാധ്യമങ്ങൾ ഒന്നടങ്കം പങ്കുവെക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.